പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ മുന്നിൽ ലൈവിൽ വരുവാൻ ദൈവം സഹായിച്ചോർത്ത് സകല മഹത്വവും യേശുവിനെ അർപ്പിക്കുന്നു. ഞങ്ങളോട് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും. ഞങ്ങൾ മാത്രം പാടുക മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓരോ പാട്ടുകൾ പാടുമ്പോൾ അത് നിങ്ങൾ ചേർന്ന് പാടുമ്പോൾ ദൈവത്തെ നമ്മൾ ഒരുമിച്ച് മഹത്വം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പാടുന്ന ഓരോ പാട്ടുകളും നിങ്ങൾ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക, ഞങ്ങളോട് പ്രാർത്ഥനയോടെ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇതിനു മുന്നേ ഞങ്ങൾ പാടിയിട്ടുള്ള ഒരു സോങ്ങാണ് ആദ്യമായിട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നത്. നിൻ്റെ സ്നേഹം എൻ്റെ പ്രാണന് എന്ന് തുടങ്ങുന്ന ഒരു സോങ്ങാണ്. അതിൻ്റെ സ്റ്റാൻസ് ഇങ്ങനെയാണ്: നിൻ്റെ രൂപം എൻ്റെ ഹൃദയത്തിന് ആ യേശുവിൻ്റെ രൂപം കുളിര് പൊഴിയുന്ന ദർശനമാകുന്നു. ആ യേശുവിൻ്റെ കണ്ണുകൾ എൻ്റെ വീതിയിൽ ശോഭ പകരുന്ന ദീപമാകുന്നു എന്നാണ് ഈ പാട്ടുകാരൻ പറയുന്നത്. അതുകൊണ്ട് ആ യേശുവിൻ്റെ കണ്ണുകൾ നമ്മുടെ ജീവിതയാത്രയിൽ, നമ്മുടെ വഴിയിൽ നമുക്ക് ശോഭയേറുന്ന ആ വെളിച്ചമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. എൻ്റെ പ്രാണനു ജീവനരുളും സാന്ത്വനം, നിന്റെ ചുടുനീണം എൻ്റെ മനസ്സിനു കൃപകളൊഴുകും സാഗരം. നിന്റെ സ്നേഹം എൻ്റെ പ്രാണനു ജീവനരുളും സാന്ത്വനം, നിന്റെ ചുടുനീളം എൻ്റെ മനസ്സിനു കൃപകളൊഴുകും സാഗരം. യേശുവേ യേശുവേ ധന്യമായൻ ജീവിതം, ധന്യമായൻ ജീവിതം. നിന്റെ രൂപം എൻ്റെ ഹൃദയത്തിന് കുളിരു പൊഴിയും ദർശനം, നിന്റെ രൂപം എൻ്റെ ഹൃദയത്തിന് കുളിരു പൊഴിയും ദർശനം.
നിന്റെ കണ്ണുകൾ എൻ്റെ വീതിയിൽ ശോഭയേകും ദീപകം. യേശുവേ യേശുവേ ധന്യമായ ജീവിതം. നിന്റെ സ്നേഹം എൻ്റെ പ്രാണനു ജീവനരുളും സാന്ത്വനം. നിന്നെ ചുടുനീണം എൻ്റെ മനസ്സിനു കൃപകളൊഴുകും സാഗരം. എൻ്റെ മുറിവുകൾ എൻ്റെ നോവിനു സൗഖ്യമേകും തേൻകണം. എൻ്റെ മുറിവുകൾ എൻ്റെ നോവിനു സൗഖ്യമേകും തേൻകണം. നിന്റെ ശാന്തത എൻ്റെ മാർവിനു അലിവു നിറയും ഗീതകം. യേശുവേ യേശുവേ ധന്യമായ ജീവിതം. നിന്റെ സ്നേഹം എൻ്റെ പ്രാണനു ജീവനരുളും സാഗരം. നിന്റെ ചുടുനീണം എൻ്റെ മനസ്സിനു കൃപകളൊഴുകും സാഗരം. നിന്റെ സ്നേഹം എൻ്റെ പ്രാണനു ജീവനരുളും സാന്ത്വനം. നിന്റെ ചുടുനീണം എൻ്റെ മനസ്സിനു കൃപകളൊഴുകും സാഗരം. യേശുവേ യേശുവേ ധന്യമായ ജീവിതം. യേശുവേ യേശുവേ ധന്യമായ ജീവിതം. ധന്യമായ ജീവിതം. ധന്യമായ ജീവിതം. ഹല്ലേലൂയ. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. വീണ്ടും ഒരു പഴയ സോങ്ങാണ് പാടുവാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ സോങ് പാടുന്നത്. ഞാനും അധികം ഈ പാട്ട് പാടിയിട്ടില്ല, എന്നാൽ ആദ്യമായിട്ടാണ്. എല്ലാവർക്കും പഴയ സോങ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് പേര് കേട്ടിട്ടുള്ള ഒരു സോങ് ആണെന്ന് വിശ്വസിക്കുന്നു. എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ, താമസമെന്നിയെ മേഘത്തിൽ വരും താൻ, കാന്തയാം എന്നെയും ചേർത്തിടും നിശ്ചയമായി എന്ന് തുടങ്ങുന്ന ആ പഴയ സോങ് ആ ഒരു പ്രത്യാശയോടെ
ആ യേശു, രണ്ടാമത്തെ യേശുവിൻ്റെ രണ്ടാം വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു പ്രത്യാശയോടാണ് പറയുന്നത്, എൻ്റെ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി, നീതിയാകുന്ന സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുന്ന ഒരു കാലം അടുത്തിരിക്കുന്നു. അതുപോലെ ആ മേഘത്തിൽ വരും താൻ കാന്തയാം എന്നെ, നമ്മൾ സഭയാകുന്ന കാന്തയാകുന്ന, പ്രിയൻ്റെ കാന്തയാകുന്ന നാം ഓരോ വ്യക്തികളും ആ യേശുവിനോട് കൂടെ ആ തേജസ്സിൽ നിത്യതയോളം ചെന്നെത്തും എന്ന് പറഞ്ഞ ഒരു പാടുന്ന ഒരു പ്രത്യാശയുടെ ഗാനമാണ് ഇത്. ആ യെരുശലേമിൻ തെരുവിലൂടെ ക്രൂശുമരം ചുമന്ന് കാൽവരിയിൽ നടന്നു പോയവൻ ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള വീടുകൾ തീർത്തിടും, വേഗത്തിൽ എനിക്കായി അവൻ വരുന്നു. ഹല്ലേലൂയ. ആ ഒരു പ്രത്യാശയോടെ എൻ്റെ പ്രിയ രക്ഷകൻ എനിക്കായി കടന്നു വരുന്നു എന്നുള്ള ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. രക്ഷകൻ നീതിயின் സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ, എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയേ മേഘത്തിൽ വരും താൻ, താമസമെന്നിയേ മേഘത്തിൽ വരും താൻ, കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയമ, കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയമ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ, എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ. ക്രൂശുമരം ചുമന്നുകൊണ്ട് കാൽവരിയിൽ നടന്നു പോയൻ, എന്നാൽ ശോഭിത പട്ടണത്തിൽ മുത്തുകൾ പോലുള്ള വീടുകൾ തീർത്തിടും എനിക്കായി. ആ വേഗത്തിൽ എനിക്കായി വരുന്ന എൻ്റെ പ്രിയനാകുന്ന എൻ്റെ യേശു എനിക്കായി വരുന്നു എന്ന് ചേർന്ന് പറയാം. യെരുശലേമിൻ തെരുവിലൂടെ ക്രൂശുമരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ, യെരുശലേമിൻ തെരുവിലൂടെ ക്രൂശുമരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള, ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരും അവൻ, വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരും അവൻ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ, എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ. ആ നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തയാം എൻ ഇരുൾ നിറം മാറിടുമേ. നമ്മുടെ എന്തൊക്കെ പാപ ഇരുളിന്റെ നിറമുണ്ടോ ഈ ലോകത്തിൽ, അതെല്ലാം എൻ്റെ കാന്തനാകുന്ന നീതി സൂര്യൻ എനിക്കായി വരുമ്പോൾ ആ കാന്തിയാൽ എൻ്റെ ഇരുൾ നിറം മാറിടുമേ. ഞാൻ തേജസ്സേറിയവനായി തീരും. രാജരാജ പ്രതിമയെ ധരിപ്പിച്ച് തന്നെ താൻ കൂടെ ഇരുത്തുന്ന രാജാവ്, ആ രാജാതി രാജാവാകുന്ന യേശു എനിക്ക് വേണ്ടി വേഗത്തിൽ വരുന്നു. ആ ഒരു പ്രത്യാശയോട് ചേർന്ന് പാടാം. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയ എന്നെ മാറിടുമേ, നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയ എന്നെ മാറിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ കൂടവേ ഇരിക്കുന്ന രാജാവു വേഗം
എൻ പ്രിയ രക്ഷകൻ, എൻ്റെ രക്ഷകൻ എനിക്കായി ആ തേജസ്സിൽ വെളിപ്പെടുന്ന ആ കാലം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു പ്രത്യാശയോടെ നമുക്ക് എപ്പോഴും ചേർന്ന് പാടുവാൻ സാധിക്കണം. എപ്പോൾ ഞങ്ങൾ കൂടുതലും എനിക്ക് ആ ഒരു എല്ലാ ദിവസവും ആ കർത്താവിൻ്റെ വരവിനോട് ആ ഒരു പ്രത്യാശയുടെ ഗാനങ്ങൾ എന്ന് പാടുവാൻ ഞങ്ങൾക്കിടയായിത്തീരുന്നു. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ കേട്ടവർക്ക് എല്ലാവർക്കും ആ ഒരു പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു പ്രത്യാശ നമ്മളിലേക്ക് പകരപ്പെടുവാനിടയായിത്തീരും. ഒരിക്കലും ഈ ലോകത്തിലുള്ള സുഖത്തിന് വേണ്ടിയല്ല, ലോകത്തിലുള്ള ദുഃഖങ്ങൾക്ക് വേണ്ടിയല്ല. എൻ്റെ യേശു, എൻ്റെ കാന്തൻ, എൻ്റെ പ്രിയൻ എനിക്കായി വേഗത്തിൽ വരുന്നു എന്നുള്ള ഒരു പ്രത്യാശ, ആ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അടുത്ത ഒരു സോങ്, പഴയ പാട്ടാണ് പാടുവാൻ ആഗ്രഹിക്കുന്നത്. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ആ ഒരു യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെ പുകഴ്ത്തുന്ന, അല്ലെങ്കിൽ യേശുവിൻ്റെ ആ രക്തത്തിൻ്റെ ശക്തി എങ്ങനെ, രക്തത്തിൻ്റെ ശുദ്ധി എങ്ങനെ എന്ന് മഹത്വപ്പെടുത്തുന്ന ഒരു പാട്ടാണ് ഈ പാട്ട്. ഇതിനു മുന്നേ എനിക്ക് തോന്നുന്നു 5-6 മാസത്തിന് മുന്നേ മാസമായി ഞങ്ങൾ ലൈവ് ചെയ്യുന്നു. ആദ്യത്തെ ആ ഒരവസരത്തിൽ ഞാൻ പാടിയെന്ന് തോന്നുന്നു, ഞങ്ങൾ പാടിയെന്ന് തോന്നുന്നു ഈ പാട്ട്. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ കുളിച്ചോ കുഞ്ഞാട്ടിൻ്റെ രക്തത്തിൽ. ആ കുഞ്ഞാട്ടിൻ്റെ നമുക്ക് വേണ്ടി നമ്മുടെ ജീവനെ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവനെ വെടിഞ്ഞ ആ കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നമ്മൾ ഓരോ വ്യക്തികളും കുളിച്ചോ എന്നാണ് ചോദിക്കുന്നത്. ആ യേശുവിൻ്റെ രക്തം ശുദ്ധി ചെയ്യുന്ന രക്തമാകുന്നു. ആ യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ എന്ത് പാപക്കറയുണ്ടായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല വഴിയെ സഞ്ചരിച്ചവരാണ് ഓരോ വ്യക്തികളും. നമുക്കറിയാം, പലപ്പോഴും നമുക്ക് വിശുദ്ധിയോടെ, അല്ലെങ്കിൽ നമ്മളിന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും നമ്മൾ പലപ്പോഴും അശുദ്ധിയുടെ ഒരുപാട് യാത്ര ചെയ്തവർ ആകാം. എന്നാൽ ആ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി, അല്ലെങ്കിൽ യേശുവിനെ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ രക്തം ശുദ്ധീകരിക്കുന്ന രക്തമാണ്. അതാണ് ഈ പാട്ടുകാരൻ പറയുന്നത്, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, ആത്മശുദ്ധി നൽകുന്ന രക്തത്തിൽ. നമ്മുടെ ആത്മാവിന് ശുദ്ധി നൽകുന്ന ഒരു രക്തം, ഒരേ ഒരു രക്തമാണ്, അത് യേശുവിൻ്റെ രക്തം. ആ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി. അപ്പോൾ നമ്മുടെ ആ ആത്മാവിൻ്റെ അങ്കി ഹിമം പോൽ നിഷ്കളങ്കമാക്കുന്ന ഒരു രക്തമാകുന്നു യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി. അതുകൊണ്ട് ആ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പാടാം. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കുഞ്ഞാട്ടിൻ രക്തത്തിൽ പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വെച്ചോ ശുദ്ധി ആയോ നീ. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വെച്ചോ ശുദ്ധി ആയോ നീ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. അനുദിനം
ആ രക്ഷകനാകുന്ന യേശു എൻ്റെ പക്ഷത്തുണ്ടോ? അതുപോലെ ശുദ്ധിയായാണോ നമ്മൾ നടന്നിടുന്നത്? ക്രൂശേറിയ കർത്തൻ നമ്മോട് കൂടെയുണ്ടോ? വിശ്രമം നാഴിക തൂറുമോ എന്നാണ് പാട്ടുകാരൻ ചോദിക്കുന്നത്. നമുക്ക് ആ ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം. നമ്മൾ ശുദ്ധിയായാണോ ഒന്ന് ജീവിക്കുന്നത്? ആ രക്ഷകൻ നമ്മോട് കൂടെയുണ്ടോ? ആ യേശുവിൻ്റെ രക്തം നമ്മളെ നിലനിർത്തുന്ന രക്തമാകുന്നു. ശുദ്ധിയായി നമ്മുടെ ജീവിതത്തിൽ എന്നും പിൻപേ കൂടെയുള്ള ആ യേശുവിൻ്റെ രക്തം, അതിലാശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. രക്ഷകൻ പക്ഷത്തോന്നി ശുദ്ധിയായി നടന്നിടുന്നത്, ക്രൂശേറിയ കർത്തനിൽ നിനക്കുണ്ടോ വിശ്രമം നാഴിക തോറുമേ? അനുദീനം രക്ഷകൻ പക്ഷത്തോന്നി ശുദ്ധിയായി നടന്നിടുന്നത്, ക്രൂശേറിയ കർത്തനിൽ നിനക്കുണ്ടോ വിശ്രമം നാഴിക തോറുമേ? കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൻ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി? കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ? കർത്താവിൻ്റെ വരവിൽ നമ്മുടെ അങ്കി ശുദ്ധമോ? ഏറ്റവും വെണ്മയായി കാണുമോ? സ്വർപ്പുരത്തിൽ വാസം ചെയ്തിടുവാൻ യോഗ്യപാത്രം ആയിത്തീരുമോ അന്നാളിൽ? ഹല്ലേലൂയ. ആ ഒരു ചോദ്യമാണ് ഈ പാട്ടിലൂടെ ചോദിക്കുന്നത്. എന്നാൽ നമുക്ക് ആ ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം. ആ കർത്താവിൻ്റെ വരവിൽ എൻ്റെ അങ്കി, എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം ശുദ്ധമായി തീരും. അത് വെണ്മയായി കാണും. സ്വർപ്പുരത്തിൽ ആ യേശുവിനോടുകൂടെ വാസം ചെയ്തിടാൻ യോഗ്യപാത്രമായി ഞാൻ ഒരുങ്ങുന്നു എന്നൊരു പ്രത്യാശയോടെ നമുക്ക് ചേർന്ന് പാടാം. ഏറ്റവും വെണ്മയായി കാണുമോ? സ്വർപ്പുരത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യപാത്രമായി തീരുമോ അന്നാളിൽ? കർത്തൻ വരവിൽ വിശുദ്ധമോ? ഏറ്റവും വെണ്മയായി കാണുമോ? സ്വർപ്പുരത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യപാത്രമായി തീരുമോ അന്നാളിൽ? കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി? കുളിച്ചു കുഞ്ഞാട്ടിൻ രക്തത്തിൽ? ചേർന്ന് പാടാം. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി? കുളിച്ചു കുഞ്ഞാട്ടിൻ രക്തത്തിൽ? ചേർന്ന് പാടാമോ? കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി?
യേശുവിൻ്റെ രക്തം എന്നെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. യേശുവിൻ്റെ രക്തം എന്നെ നിലനിർത്തുന്ന, ആ വെണ്മയായി നിലനിർത്തുന്ന രക്തമാകുന്നു എന്ന് ഒരുമിച്ച് നമുക്ക് പറയാൻ സാധിക്കണം. ഞങ്ങളോട് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രത്യേകം സുല്ലച്ചാൻ ഉണ്ട്, അതുപോലെ ബിജു പാസ്റ്റർ, രണ്ടുപേർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. അതിന് ആധാരമായിട്ട് ഞാനൊരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമോസ് 8:11 വാക്യം. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പോൾ ഈ വചനം, ദൈവവചനം ഒരുപാട് വായിച്ചിട്ടുള്ളവർ കാണും, ഇത് കേട്ടിട്ടുള്ളവർ കാണും ഈ ദൈവവചനം. എന്നാൽ ഇതിൽ പറയുന്നത്, നമ്മൾ പലപ്പോഴും ലോകത്തിൽ 2 കാര്യങ്ങൾ പറയുന്നു: അപ്പത്തിനായിട്ടുള്ള വിശപ്പ്, വെള്ളത്തിനായുള്ള ദാഹം. നമ്മൾ ഇന്ന് ലോകത്തിൽ ആയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും നമുക്ക് ആഹാരം അല്ലെങ്കിൽ ജലം ഇല്ലാതെ ജീവിക്കുവാൻ സാധിക്കത്തില്ല. അതാണ് മെയിനായിട്ട് പറയുന്നത്. വിശപ്പ്, നമ്മുടെ വിശപ്പാണ് നമ്മളെ ചില വ്യക്തികൾ വിശന്ന് കഴിഞ്ഞാൽ അവരുടെ കൺട്രോൾ പോകും, അവർക്ക് എന്താണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതേ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് വിശപ്പ് സഹിക്കവയ്യാതെ നമ്മൾ ചിലപ്പോൾ വിശപ്പ് യാത്ര ചെയ്തെല്ലാം വരുമ്പോൾ ക്ഷീണത്തോടിരുന്ന് വിശപ്പ് അതിഭയങ്കരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അതുപോലെ ജലത്തിൻ്റെ, നമ്മൾ വെള്ളം കുടിക്കുന്നവരാണ്. വെള്ളം കുടിക്കാതെ ഒന്നും ചെയ്യുവാൻ ഇപ്പോൾ ഞങ്ങൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ വെള്ളം കുടിച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് ലോകത്തിൽ അത്യാവശ്യമായിട്ടുള്ള വേറെ പലതും അത്യാവശ്യമുണ്ട്, എന്നാൽ അത്യാവശ്യമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ജീവിക്കാൻ ആവശ്യമുള്ള കാര്യമാണ് അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല. വിശപ്പും ദാഹവും 2 കാര്യങ്ങൾ. നമ്മുടെ ജീവൻ്റെ കാര്യം നോക്കിയാൽ നിലനിർത്തുന്നത് ആ വിശപ്പും ദാഹവും കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്, നമുക്ക് വെള്ളം കുടിക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ പല സന്ദർഭങ്ങളിലും വിശപ്പില്ലായ്മ വരും, അതുപോലെ ദാഹമില്ലാതെ, വിശപ്പും ദാഹവും ഇല്ലാത്ത അവസ്ഥ വരും. പലപ്പോഴും ഞാൻ പറയുന്നത് രോഗികളായെന്ന അവസ്ഥയല്ല. രോഗികളാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിശപ്പ് വരത്തില്ല, ദാഹം വരത്തില്ല, കഴിക്കുവാൻ സാധിക്കത്തില്ല, കുടിക്കുവാൻ സാധിക്കത്തില്ല, നമുക്ക് ക്ഷീണമായിരിക്കാം. എന്നാൽ അതല്ല, നമുക്ക് മാനസികമായിട്ട് തളരുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് ആഹാരം വെച്ചാൽ പോലും അത് കഴിക്കാൻ നമുക്ക് ഹൃദയം കൊണ്ട് ഒരു മടുപ്പ് കാണും, അല്ലെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാനൊരു ഹൃദയം കൊണ്ടൊരു മടുപ്പ് കാണും, നമുക്ക് വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ. എന്നാൽ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്: അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല എന്ന് പറയുന്നത്. അപ്പോൾ വിശപ്പും ദാഹവുമല്ല, ഇത് മെയിനായിട്ടുള്ള കാര്യം. പിന്നീട് എന്താണ് പറയുന്നത്? യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്നു. അപ്പോൾ ഈ ദൈവവചനം ഞാനിപ്പോൾ വായിക്കുന്ന ഈ ബൈബിളാവുന്നു. എന്നാൽ ബൈബിൾ ഇതൊരു പുസ്തകമാണ് നിങ്ങൾ കാണുന്നത്. എന്നാൽ ഈ ദൈവവചനം എന്ന് പറയുന്നത് ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്ന, അതായത് ദൈവം എഴുതിയിരിക്കുന്ന, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമാകുന്നു എന്ന് പറയുന്നു വാക്യത്തിൽ. അപ്പോൾ ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളൊരു നോർമൽ നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളുണ്ട്, ഒരുപാട് പുസ്തകമുണ്ട്. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടുവാനുള്ളതല്ല ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത്. അത് ദൈവം തന്നെയാണ് എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിന്. ഞാനിപ്പോൾ നിങ്ങളോട് വചനമാണ് വായിച്ചത്, അത് നിങ്ങൾ കേട്ടത്. അപ്പോൾ നമ്മളെ നിലനിർത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്ന ഒരു അത്യാവശ്യ ഘടകം എന്നുള്ളത് ഈ ദൈവവചനമാകുന്നു. അതായത് ദൈവമാകുന്നു നമ്മളെ നിലനിർത്തുന്നത്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, പിന്നെ അങ്ങനെ യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിന് ഉള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തിലേക്ക് അയക്കുന്നു. ഈ ദിവസങ്ങളിൽ അനേകം ഫേസ്ബുക്കിലായാലും നിങ്ങളെല്ലാവരും, എന്നെ കണ്ടുപിടിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും, നിങ്ങൾ ഫേസ്ബുക്കിലൂടെ, അതുപോലെ സുല്ലച്ചാൻ പ്രത്യേകമായിട്ട് രാവിലെ എന്നും 6 മണിക്ക് ലൈവ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നീടാണ് കാണാറുള്ളത് കൂടുതലും. അതുപോലെ ഒരുപാട് പേര് ലൈവ് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. നമ്മളിപ്പോൾ കൂടുതലും ദൈവവചനം കേൾക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ കണ്ടുപിടിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും, നിങ്ങൾ ഫേസ്ബുക്ക് തുറന്ന ഒരു വ്യക്തി പോലും ദൈവവചനം അല്ലെങ്കിൽ ഒരു പ്രസംഗം, ചെറിയ പ്രസംഗത്തിൻ്റെ ഒരു വാക്ക് പോലും കേൾക്കാതിരിക്കത്തില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ എങ്ങനെയുള്ളവരെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഫേസ്ബുക്ക് തുറന്നാലേ ഒരുപാടുണ്ട് പ്രസംഗങ്ങൾ. എന്നാൽ പ്രസംഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ദൈവവചനം നിങ്ങൾ കേൾക്കുന്നത്, ആ ഒരു വചനം എന്ന് പറയുന്നത് ദൈവത്തോളം ശക്തിയുള്ളതാകുന്നു.
അതാണ് ഈ ദൈവവചനത്തിലൂടെ പറയുന്നത്. ആ വിശപ്പ് നമ്മുടെ ആഹാരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ശരീരം എങ്ങനെ നിലനിൽക്കുന്നു, അതേപോലെ തന്നെ നമ്മുടെ ആത്മാവിന് നമ്മൾ നിലനിർത്തേണ്ടതിന് അല്ലെങ്കിൽ ആത്മാവ് നശിച്ചു പോകാതിരിക്കേണ്ടതിന് അത്യാവശ്യമായിട്ട് വേണ്ടതെന്നാണ് ദൈവവചനം. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിന് ഉള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം അതിനൊരു അവസരമാണ് ദൈവം തന്നിരിക്കുന്നത്. ഞങ്ങൾ തന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ആദ്യം കുറേ പാട്ടുകൾ പാടി ഇങ്ങനെ പോകുമായിരുന്നു. ആദ്യത്തെ ഒരു മാസം ലൈവ് ഞങ്ങൾ ചാനലിലൂടെ യൂട്യൂബ് ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഇട്ടപ്പോൾ പാട്ടുകൾ മാത്രമാണ് ഒരു മാസം എനിക്ക് തോന്നുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇട്ടത്. പാട്ടുകൾ മാത്രം ഇട്ടപ്പോൾ എനിക്കറിയത്തില്ല, യൂട്യൂബിൽ ഞങ്ങളെ കണ്ട ഏതോ ഒരു സഹോദരി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല, വ്യക്തിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ദൈവവചനം കൂടെ പറയണമെന്ന് പറഞ്ഞു. ദൈവവചനം കൂടെ പറയാം, പാട്ട് മാത്രമല്ല ഷോർട്ട് മെസ്സേജും കൂടെ നൽകണം. അതിൽ പിന്നാണ് ഞങ്ങൾ പിന്നീട് ഷോർട്ട് മെസ്സേജും ഞങ്ങളുടെ ഞായറാഴ്ചത്തെ ലൈവിലായാലും ഷോർട്ട് മെസ്സേജ് നൽകുവാനിടയായി. അതിൻ്റെ ഒരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. നമ്മൾ അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തിലേക്ക് അയക്കുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു അന്ത്യകാലത്ത് എന്താണ്, നമ്മൾ ഇന്ന് അനേക പ്രതിസന്ധികൾ കൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ഈ ദൈവവചനത്തിലുള്ള വിശപ്പ് നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട കാലമാകുന്നു. നമ്മൾ ദൈവവചനത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാകുന്നു. ദൈവവചനം വായിക്കേണ്ട ഒരു കാലമാകുന്നു. അതുകൊണ്ട് എന്നെ കണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ഈ ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഈ ദൈവമാകുന്നു. ഹല്ലേലൂയ. നിങ്ങൾ വെറും ഒരു പുസ്തകമായി കണക്കാക്കാതെ, അല്ലെങ്കിൽ ഒരു പുസ്തകം എല്ലാവരും വായിക്കുന്ന പോലെ ഒരു പുസ്തകം മാത്രമല്ല ഇത് ദൈവവചനം. എങ്ങനെ? അത് ദൈവം തന്നെയാകുന്നു. ആ ദൈവത്തോളം ശക്തിയുള്ള ഒന്നാണ് ഈ ദൈവവചനം. അപ്പോൾ ഈ വാക്യത്തിൽ പറയുന്നത് ഈ അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്നു. അപ്പോൾ ഒരു പ്രവചന ശബ്ദമായിട്ടാണ് പറയുന്നത് ഞാൻ ദേശത്തിലേക്ക് അയക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ആ ദൈവവചനം കേൾക്കുവാനുള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് പകരുവാനുള്ള ആ ഒരു ദാഹമാണ് ദൈവം നമ്മുടെ ഹൃദയത്തിൽ തരുന്നത്. അതുകൊണ്ട് ഓരോ വ്യക്തികളും ഈ ദൈവവചനം വായിക്കുക, നിങ്ങൾ കേൾക്കുക. നിങ്ങൾ മാക്സിമം ദൈവത്തെ നമ്മൾ പാടി ആരാധിക്കുന്നുണ്ടെങ്കിലും ആ ദൈവവചനത്തിൻ്റെ ശക്തി വെളിപ്പെടേണ്ടതിന് ദൈവവചനം വായിക്കുക, ദൈവവചനം വായിച്ച് കേൾപ്പിക്കുക. അതുപോലെ നമ്മൾ കേൾക്കുക, അനേകരുടെ ദൈവവചനം കേൾക്കുക. നമ്മളുടെ ജീവിതത്തിന് അനുഗ്രഹമായത് അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളും ഞാൻ വായിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ വചനങ്ങളെ കേൾക്കാനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തിലേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്ന് അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടു കിട്ടിയതില്ലതാനും. അപ്പോൾ അന്ത്യകാല സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ ദൈവവചനമുണ്ട്. ദൈവവചനം ദേശത്ത് ഒരുപാട് കേൾക്കുന്നു. എന്നാൽ ഒരു സന്ദർഭമുണ്ട്, യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷം അവർ ദൈവവചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കുന്ന ഒരു സന്ദർഭം കാണും. എന്നാൽ കണ്ടു കിട്ടുകയില്ല. അന്ന് യൗവനക്കാരും സൗന്ദര്യമുള്ള കന്യകമാരും ദാഹം കൊണ്ട് ബോധം കെട്ടു വീഴും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നില്ല, വായിക്കുന്നില്ല എങ്കിൽ, പക്ഷെ നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു സന്ദർഭത്തിൽ നമ്മൾ ദൈവവചനം എവിടെയെന്ന് അന്വേഷിച്ച് നടക്കേണ്ടി വരും. അതുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സുഹൃത്തുക്കളും നിങ്ങളോട് ഞാൻ ഒരു ദൈവവചന ശബ്ദമായിട്ട് നിങ്ങളത് ഏറ്റെടുക്കണം. കാരണം ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞ് ദൈവത്തോളം ശക്തിയുള്ളതാണ്. ഇത് വായിക്കുക, ഇത് നമ്മൾ ധ്യാനിക്കുക. ഇതിൽ ഒരു വാക്കെങ്കിലും നമ്മുടെ ടച്ച് ചെയ്യുന്ന വാക്കുകളാണ് ഓരോ വാക്കുകളും ദൈവം. കാരണം ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ദൈവവചനമാകുന്നു ഇത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഓരോ വ്യക്തികളും ഇത് വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് അത് സന്തോഷം തരുന്നതാണ്. ഹൃദയത്തിന് എന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ ഇത് വായിക്കുമ്പോൾ അത് ആശ്വാസം പകരുന്നതാണ്. ഈ ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ശക്തി എങ്ങനെയോ ആ ശക്തി തന്നെയാണ് ഈ ദൈവവചനത്തിലൂടെ നമ്മളിലേക്ക് വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളിത് വായിക്കുക, നിങ്ങളിത് കേൾക്കുക. മാക്സിമം ഈ സന്ദർഭം ദൈവം തന്നിരിക്കുന്ന അവസരങ്ങൾ ഒരുപാട് ലൈവുകളുണ്ട്. അതുകൊണ്ട് കേൾക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. എങ്ങനെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്നു, അതിൽ ദൈവവചനം കൂടെ നമ്മൾ കേൾക്കുവാനിടയായി തീരുക. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ ബൈബിൾ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ വീടുകളിലും അത് നിങ്ങൾ വായിക്കുക.
പിന്നീട് നമ്മുടെ ആത്മാവിനെ നശിച്ചു പോകാതെ ആ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് ഈ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ നിലനിർത്തുവാൻ ഇടയായിത്തീരും. അല്ലെങ്കിലുള്ള കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന സൗന്ദര്യമുള്ള കന്യമാരും യൗവനക്കാരും ദാഹം കണ്ട് ബോധം കെട്ട് വീഴും. ആ ദൈവവചനം അന്വേഷിച്ച് അവർ ലോകത്തൊക്കെയും അലഞ്ഞു നടക്കും, എന്നാൽ കണ്ടുകിട്ടുകയില്ലാനും എന്നാണ് പറയുന്നത്. ആ ഒരു സന്ദർഭം വരാതിരിക്കുവാൻ, നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കി കളയാതിരിക്കാൻ ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ദൈവവചനത്തിൻ്റെ ശക്തി എല്ലാവരുടെ മേലും പ്രവർത്തിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോബിൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. വയസ്സമയം ഞങ്ങൾ സന്നിക്കടന്നയുടെ കൃപയ്ക്ക് ആസ്വദിക്കുന്നു. ഞങ്ങൾ പാടിയ പാട്ടുകൾ, പറഞ്ഞ വചനങ്ങൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വെള്ളിയാണിക്കുന്ന മേത്യം ദൈവം സഹായിക്കണം. ദൈവത്തിൻ്റെ കാര്യം കൊണ്ട് എത്രത്തോളം ഇംഗ്ലീഷ് കൃപയ്ക്ക് ആവശ്യം യേശു നാം തന്നെ. ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ ശക്തിയുടെ, ദൈവവചനത്തിൻ്റെ ശക്തിയാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ വെറും എനിക്ക് ദൈവം രാവിലെ തന്ന ഒരു വാക്യമാണ്. ആ വാക്യം വായിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് വായിച്ചിട്ടുള്ളവരായിരിക്കാം നിങ്ങൾ ഈ വാക്യം. എന്നാൽ നമ്മൾ പലപ്പോഴും അപ്പം അല്ലെങ്കിൽ നമ്മളെ ജീവൻ എങ്ങനെ നിലനിർത്താം, ലോകത്തിനെ കൊണ്ട് എങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ഈ ദൈവവചനം കൂടെ, ദൈവത്തിൻ്റെ ശക്തിയും കൂടെ നമ്മളിലേക്ക്, നമ്മുടെ ആത്മാവിനെ നിലനിർത്തുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ഒരു തീരുമാനം നിങ്ങളെല്ലാവരും എടുക്കുക. നമുക്കൊരുമിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാം, ദൈവത്തിന് വേണ്ടി മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ലൈവ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.